ആലപ്പുഴയിൽ കുഴിമന്തിക്കട അടിച്ചു തകർത്ത പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസ്. ചങ്ങനാശ്ശേരി ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരൻ ജോസഫാണ് കടയെ ആക്രമിച്ചത്. ജോസഫിനെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. ഇന്നലെ വൈകിട്ടാണ് ആലപ്പുഴ വലിയ ചുടുകാട് ജംഗ്ഷനിലെ കുഴിമന്തിക്കട ജോസഫ് അടിച്ചു തകർത്തത്. നമുക്കിപ്പം ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ജോസഫിന്റെ പ്രകോപനത്തിന് കാരണം? മയോണൈസ് കിട്ടാത്തതാണോ? അരുൺ, ജോസഫിനെ പ്രകോപിപ്പിച്ചത് അദ്ദേഹം ഒരാഴ്ച മുമ്പ് ഈ അഹ്ലാൻ കുഴിമന്തിക്കടയിൽ നിന്ന് കുഴിമന്തി വാങ്ങിയിരുന്നു. അത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും മകനും കൊടുത്തപ്പോൾ മകന് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഭക്ഷ്യവിഷബാധ ആരോപിച്ചാണ് കട അടിച്ചു തകർത്തത്. ഈ വൈകുന്നേരം 5:30യോടെയാണ് കട അടിച്ചു തകർക്കുകയും കടയ്ക്കകത്തേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റിയതും ചെയ്തത്. ബൈക്ക് നമുക്ക് ഇപ്പോഴും കാണാം, കടയ്ക്കകത്ത് കിടക്കുകയാണ്. ഈ ഫ്രണ്ടിലെ ഗ്ലാസ് ഡോർ ഇടിച്ചു കയറി ഈ ബൈക്ക് അവിടേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമാണ് കയ്യിലുണ്ടായിരുന്ന വലിയ വെട്ടുകത്തി വെച്ച് ഈ മറ്റ് ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും പുള്ളി ഈ ഇവരോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ ആശുപത്രിയിലായി പോയി, ഭക്ഷ്യവിഷബാധ ഉണ്ട് എന്ന് പറഞ്ഞാണ്. അപ്പോൾ മദ്യലഹരിയിലായിരുന്നു. ഈ മദ്യലഹരിയിലാണ് ആക്രമണം നടത്തിയത്. ഏതാണ്ട് 5 മണിയോടുകൂടി ഇവിടെ എത്തി ഈ കടക്കാരുമായി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങളുടെ ഭക്ഷ്യസുരക്ഷാ ആളുകളെ നമ്പർ തരൂ, ഞാൻ പോലീസുകാരനാണ്, എന്ത് വേണമെങ്കിലും ചെയ്യും എന്നതിലുള്ള ഭീഷണിയൊക്കെ മുഴക്കിയ ശേഷമാണ് പിന്നീട് ബൈക്കിലെത്തി ഈ ആക്രമണം നടത്തിയത്. എന്തായാലും ബൈക്കിലെത്തി ഈ ആക്രമണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് പോലീസുകാരനായ ജോസഫിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജോസഫിനെ അപ്പോൾ തന്നെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ പോലീസുകാരനായ ജോസഫിനെതിരെ കേസെടുത്ത വിവരം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ടായി കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജോസഫിനെതിരെ നടപടി സ്വീകരിക്കും. മിക്കവാറും സസ്പെൻഷൻ നടപടി ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അദ്ദേഹം പറയുന്നത് തന്റെ മകന് ഭക്ഷ്യവിഷബാധയുണ്ടായതിൻ്റെ ഒരു ദേഷ്യത്തിൽ മദ്യലഹരിയിൽ ചെയ്തു പോയതാണ് എന്നാണ്. ഭക്ഷ്യവിഷബാധയുണ്ടെങ്കിൽ കടയെ അടച്ചു തകർക്കുകയല്ല വേണ്ടത്. അതിൽ ലൈസൻസ് റദ്ദ് ചെയ്ത് ആ കട പൂട്ടി കൂടുതൽ അന്വേഷണം അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മാത്രവുമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ജോസഫ്. അപ്പോൾ ജോസഫിൻ്റെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ കടയെ അടിച്ചു തകർക്കുന്ന അടക്കമുള്ള നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ ജോസഫ്. എന്തായാലും നടപടി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴ വലിയ ചുടുകാട് ജംഗ്ഷനിലുള്ള കുഴിമന്തിക്കടയാണ് ജോസഫ് അടിച്ചു തകർത്തത്.